അയൽ രാജ്യത്തിലെ രാജാവ് ദൂതൻ മുഖേന ഒരിക്കൽ അക്ബർ ചക്രവർത്തിക്ക് ഒരു കത്ത് കൊടുത്തു. ചക്രവർത്തി കത്ത് തുറന്നു വായിച്ചു. ദയവായി ഒരു കുടം നിറയെ ബുദ്ധി സാമർഥ്യം അയച്ചു തരിക. വിചിത്രമായ ആ അപേക്ഷയുടെ അർത്ഥം ആർക്കും മനസ്സിലായില്ല. അക്ബർ ബീർബലിനെ വരുത്തി കത്ത് കാണിച്ചു. ബീർബൽ, എന്തായിരിക്കും ആ രാജാവിന്റെ ഉദ്ദേശം? ഒരു മിനിറ്റ് ആലോചിച്ച ശേഷം ബീർബൽ പറഞ്ഞു, തിരുമേനി, യഥാർത്ഥത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം ഒരു അപേക്ഷയാണിത്. എങ്കിലും പോംവഴി ഉണ്ടാക്കാം. എങ്ങനെ? അത് വേഗം പറയൂ. അക്ബർക്ക് ജിജ്ഞാസയായി. തിരുമേനി, അതെങ്ങനെയെന്ന് പറയുന്നതിന് പകരം ഒരു കൂടം ബുദ്ധി സാമർഥ്യം തന്നെ ഞാൻ കൊണ്ടുവരാം. പക്ഷേ എനിക്ക് 3 മാസത്തെ സമയം തരണം. അക്ബർ സമ്മതിച്ചു. 3 മാസത്തിനുള്ളിൽ കുടം അയച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം അയൽ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ബീർബൽ വീട്ടിലേക്ക് മടങ്ങി. പുരയിടത്തിന്റെ ഒരു ഭാഗം കിളച്ചിളക്കി അദ്ദേഹം മത്തക്കുരു നട്ടു. കുരുമുളച്ച് വള്ളി പടർന്നു. ആവശ്യത്തിന് വെള്ളവും വളവും നൽകി മത്തയെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കരുത്തോടെ വളർന്ന മത്തവള്ളിയിൽ ധാരാളം പൂക്കളുണ്ടായി. കായ്കൾ വളർന്നു വന്നു. മത്തങ്ങ കുടത്തിൽ തിങ്ങി നിറഞ്ഞപ്പോൾ വള്ളിയിൽ നിന്നും അത് പറിച്ചെടുത്തു. കുടത്തിന്റെ വായിനേക്കാൾ വലിപ്പമുള്ളതായതിനാൽ മത്തങ്ങ പുറത്തെടുക്കുക അസാധ്യമായിരുന്നു. ബീർബൽ കൊട്ടാരത്തിലെത്തി കുടം അക്ബറിനെ ഏൽപ്പിച്ചു. തിരുമേനി, ഒരു കത്ത് സഹിതം അങ്ങ് ഇത് അയൽ രാജാവിന് എത്തിച്ചു കൊടുക്കണം. കത്തിങ്ങനെയായിരുന്നു: താങ്കൾ അപേക്ഷിച്ച പ്രകാരം ഒരു കുടം ബുദ്ധി സാമർഥ്യം അയക്കുന്നു. ബുദ്ധി സാമർഥ്യം പുറത്തെടുക്കുമ്പോൾ കുടം പൊട്ടിക്കരുത്. കാലിയായ കുടം കേടുപാടില്ലാതെ തിരിച്ചു തരികയും വേണം. കുടം ലഭിച്ച അയൽ രാജാവ് കത്ത് വായിച്ചപ്പോൾ കണ്ണു തള്ളിപ്പോയി. കുടം പൊട്ടിക്കാതെ എങ്ങനെ മത്തങ്ങ പുറത്തെടുക്കും? എന്റെ കൗശലത്തെ കടത്തിവെട്ടിയ തന്ത്രമല്ലേ ഇത്? ചക്രവർത്തിയുടെ അടുത്ത് പരീക്ഷണത്തിന് തുനിഞ്ഞതിനാൽ മാപ്പ് ചോദിച്ചുകൊണ്ട് അയൽ രാജാവ് കത്തെഴുതി. ഡിയർ അക്ബർ, ഐ എം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.